ഹാർവ് എക്കറിന്റെ ഈ സീക്രറ്റ്സ് ഓഫ് ദ മില്യനെയർ മൈൻഡ് എന്ന പുസ്തകം ധനസമ്പത്തും സാമ്പത്തിക വിജയവും സംബന്ധിച്ച മനോഭാവങ്ങളും വിശ്വാസങ്ങളുമാണ് പരിശോധിക്കുന്നത്. ധനികരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സാമ്പത്തിക ചിന്താഗതിയും മനോഭാവവുമാണ് അവരെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുന്നതെന്ന് എഴുത്തുകാരൻ വിശദീകരിക്കുന്നു. ഈ പുസ്തകം 2 പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആദ്യ ഭാഗത്തിൽ എക്കർ മൈൻഡ്സെറ്റ് റീപ്രോഗ്രാമിംഗ് എന്ന ആശയം വിശദീകരിക്കുന്നു. ഒരു വ്യക്തിയുടെ ധനസമ്പത്തിനെക്കുറിച്ചുള്ള ആന്തരിക വിശ്വാസ വ്യവസ്ഥകളാണ് അവന്റെ സാമ്പത്തിക അവസ്ഥ നിർണ്ണയിക്കുന്നത്. കുട്ടിക്കാലത്തു തന്നെ ഒരാളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ധനവുമായി ബന്ധപ്പെട്ട അവബോധങ്ങളാണ് ഭാവിയിലെ സാമ്പത്തിക വിജയം നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി എപ്പോൾ മുതൽ പണം ദുഷിച്ച ഒരു കാര്യമാണ് എന്ന ധാരണയോടെ വളർന്നാൽ അവൻ നിർധനനാവാൻ കൂടുതൽ സാധ്യതയുണ്ടാകുമെന്ന് എക്കർ പറയുന്നു. അതിനാൽ തന്നെ നമുക്ക് ധനസമ്പത്തിനെക്കുറിച്ചുള്ള അചേതനമായ മാനസിക രൂപവും മാറ്റി സമ്പത്തു സൃഷ്ടിക്കാൻ ഉതകുന്ന പുതിയ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാം. രണ്ടാമത്തെ ഭാഗത്തിൽ ധനികർ പിന്തുടരുന്ന 17 പ്രധാന മനോഭാവങ്ങൾ അവതരിപ്പിക്കുന്നു. നിർധനർ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ധനികർ അവസരങ്ങൾ തിരിച്ചറിയുന്നു, സമ്പന്നർ വലിയ തോതിൽ ചിന്തിക്കുന്നു, പക്ഷേ ദരിദ്രർ ചെറിയ ചിന്തകൾക്കുള്ളിലായി കഴിയുന്നു തുടങ്ങിയ നിരവധി ധനികരാകാനുള്ള മാനസിക ശീലം ആഴത്തിൽ ചർച്ച ചെയ്യുന്നു. ആകെയുള്ളത് സമ്പത്ത് നേടാൻ സാധ്യമായ തന്ത്രങ്ങളും ചിന്താഗതികളും രൂപപ്പെടുത്തുന്നതിന് ഈ പുസ്തകം സഹായിക്കുന്നു. സീക്രറ്റ്സ് ഓഫ് ദ മില്യനെയർ മൈൻഡ് ഒരു പ്രായോഗിക മാർഗദർശിനിയാണെന്നത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. ധനിക മനോഭാവം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സാമ്പത്തിക ജീവിതം മാറ്റിമറിക്കാൻ ഈ പുസ്തകം ശക്തമായ ഒരു ഉപാധിയാകുമെന്നതിൽ സംശയമില്ല. പുസ്തകം സമ്പത്ത് ആകർഷിക്കാൻ ഉള്ള മനോഭാവം രൂപപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നു. പുസ്തകത്തിലെ അധ്യായങ്ങൾ: 1. നിങ്ങളുടെ ധനവികാരശാസ്ത്രം എന്താണ്? 2. നിങ്ങളുടെ ധനവികാരശാസ്ത്രം എവിടെ നിന്ന് വന്നു? 3. നിങ്ങളുടെ ധനവികാരശാസ്ത്രം മാറ്റാനാകുമോ? 4. ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ സൃഷ്ടിക്കുന്നു. 5. ധനവാന്മാർ ധനം ആകർഷിക്കാൻ കളിക്കുന്നു, ദരിദ്രർ ധനം നഷ്ടപ്പെടാതിരിക്കാൻ കളിക്കുന്നു. 6. ധനവാന്മാർ പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു, ദരിദ്രർ വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. 7. ധനവാന്മാർ മികച്ചതിനെ ഉദ്ദേശിക്കുന്നു, ദരിദ്രർ സാധാരണയെ ഉദ്ദേശിക്കാറുള്ളൂ. 8. ധനവാന്മാർ വലിയതിനെ ചിന്തിക്കുന്നു, ദരിദ്രർ ചെറുതിനെ ചിന്തിക്കുന്നു. 9. ധനവാന്മാർ അവസരങ്ങൾ കാണുന്നു, ദരിദ്രർ തടസ്സങ്ങൾ മാത്രം കാണുന്നു. 10. ധനവാന്മാർ ധനവാന്മാരോട് ചേരുന്നു, ദരിദ്രർ ദരിദ്രരോട് ചേരുന്നു. 11. ധനവാന്മാർ സ്വയം പരസ്യം ചെയ്യുന്നു, ദരിദ്രർ സ്വയം മറയ്ക്കുന്നു. 12. ധനവാന്മാർ പ്രശ്നം മറികടക്കുന്നു, ദരിദ്രർ പ്രശ്നത്തിൽ അകപ്പെടുന്നു. 13. ധനവാന്മാർ കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറാണ്, ദരിദ്രർ കുറച്ചതിൽ സന്തോഷിക്കുന്നു. 14. ധനവാന്മാർ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നു, ദരിദ്രർ പണം സമ്പാദിക്കുന്നു,